എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ വേൾഡ് ഹൗസിൻ്റെ പുതിയൊരു വില്ല പ്രോജക്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ തിരുവനന്തപുരത്ത് 3 BHK ബഡ്ജറ്റ് വീട് നോക്കുന്നവർക്കാണെങ്കിൽ നമ്മുടെ തിരുവനന്തപുരത്ത് മലയങ്കിഴ് പ്ലാവിള മെയിൻ ബസ് റൂട്ടിന് മൂന്നാമത്തെ വീടാണ് ഈ കാണുന്ന ഒരു വീട്. ഈ വീട് നമുക്ക് നീളം വാക്കിനാണ് ഇരിക്കുന്നത്. ഈ ഫ്രണ്ടേജ് കണ്ടിട്ട് ഏരിയ ഇല്ലെന്ന് വിചാരിക്കേണ്ട, ഇത് നീളം വാക്കിനാണ് വീടിരിക്കുന്നത്. മുറ്റത്ത് നമുക്ക് 2 വലിയ കാർ വരെ പാർക്ക് ചെയ്യാൻ പറ്റിയ കാർ പോർച്ച് ഏരിയ വരുന്നുണ്ട്. വീട് സ്ഥിതി ചെയ്യുന്ന 4 സെൻറ്റിൽ 1000 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമാണ്, 3 നമുക്ക് അറ്റാച്ച്ഡ് ആണ്. വീട്ടിൽ കുടിവെള്ളത്തിന് കിണർ നമുക്ക് ബോർബില്ലാണ് വരുന്നത്. നമ്മുടെ വാട്ടർ അതോറിറ്റിയുടെ ലൈൻ കണക്ഷനും വരുന്നുണ്ട്. വീട്ടിലോട്ട് വരുന്ന റോഡ് വന്നിട്ട് നമുക്ക് 3 മീറ്ററാണ് റോഡിൻ്റെ വീതി വന്നിട്ട് നമുക്ക് കോൺക്രീറ്റ് ആണ് ചെയ്തിട്ടുള്ളത്. മുറ്റത്ത് ഒരു സ്ലൈഡിങ് ഗേറ്റും നമ്മുടെ നോർമൽ ഹോൾഡിംഗ് ഗേറ്റും വരുന്നുണ്ട്. മുറ്റത്ത് നമുക്ക് ഇൻ്റർലോക്കാണ് ആഡ് ചെയ്തിട്ടുള്ളത്. 2 കാർ വരെ പാർക്ക് ചെയ്യാൻ പറ്റിയ കാർ പോർച്ച് ഏരിയയാണ് വരുന്നത്. വീട്ടിലെ ഫ്രണ്ട് വുഡ് വന്നിട്ട് നമുക്ക് പ്ലാവാണ്, ക്ലിയർ പോളിഷ് ചെയ്തിട്ടുണ്ട്. വീട് ഫേസ് ചെയ്യുന്ന നമുക്ക് കിഴക്ക് ദർശനത്തിലാണ്, വാസ്തു ബേസിലായിട്ടാണ് വീട് വെച്ചിട്ടുള്ളത്. വീടിൻ്റെ ബാക്ക് സൈഡിലും വീടിൻ്റെ 3 ചുറ്റും അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്പേസ് വരുന്നുണ്ട്. ബാക്ക് സൈഡ് നല്ലൊരു വർക്ക് ഏരിയ അടക്കമുള്ള സ്പേസും വരുന്നുണ്ട്. ഈ വീട്ടിൽ നിന്നും തമ്പാനൂർ വരെ പോകാൻ വേണ്ടി നമുക്ക് 14 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. നമുക്ക് വീഡിയോയിൽ ചെറിയൊരു നോയ്സ് വരും. ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കാറ്റുണ്ട്, അത് ചെറിയൊരു നോയ്സ് വരും. ഈ വീട്ടിൽ നിന്നും മെയിൻ റോഡ് വരെ നമുക്ക് ഏകദേശം ഒരു 50 മീറ്റർ നടക്കാനുള്ള ദൂരം മാത്രമേ മെയിൻ റോഡ് വരെ വരുന്നുള്ളൂ. ബസ് റൂട്ടാണ്, എല്ലാ റൂട്ടിലോട്ടുള്ള ബസ്സും ലഭിക്കുന്നതാണ്. വീട്ടിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് സിറ്റ് ഔട്ടിൽ ഗ്ലാഡിയം വർക്കിന് ടെയിലാണ് വരുന്നത്. ഫ്രണ്ട് വുഡൊക്കെ വന്നിട്ട് നമുക്ക് പ്ലാവാണ്, അത് ക്ലിയർ പോളിഷ് ചെയ്തിട്ടുണ്ട്. വീടിൻ്റെ ഫ്രണ്ടേജ് കാണുമ്പോഴല്ല വീടിൻ്റെ അകത്ത് നമുക്ക് നല്ല സ്പേസ്, 1000 സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട്. നമുക്ക് നല്ല സ്പേസ് വരുന്നുണ്ട്. നീളം വാക്കിനാണ് വീട് ചെയ്തിട്ടുള്ളത്, ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമുക്ക് ഡൈനിങ് സെക്ഷനും TV യൂണിറ്റ് ഏരിയ നമുക്ക് സെപ്പറേറ്റ് വരുന്നുണ്ട്. സീലിങ്ങിൽ നമുക്ക് 4 സീലിംഗ് ചെയ്തിട്ടുണ്ട്. പ്രൊഫൈൽ ലൈറ്റ്, സ്പോൾ ലൈറ്റ്, നല്ല രീതിയിൽ തന്നെ ഇൻറ്റീരിയർ വർക്ക് ചെയ്തിട്ടുണ്ട്. അകത്തെ കളറൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന ലൈറ്റ് കളറാണ്. നല്ല രീതിയിൽ തന്നെ റോയൽ പ്ലേ വർക്ക് ചെയ്തിട്ടുണ്ട്. വീട്ടിൽ വയറിങ്ങിന് ഉപയോഗിച്ചിരിക്കുന്ന V-ഗാർഡാണ്. സ്വിച്ചെല്ലാം വന്നിട്ട് ഹൈഫൈയുടെ സ്വിച്ചാണ് വരുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ TV യൂണിറ്റ് ഏരിയ. അത്യാവശ്യം വലിയൊരു TV ഹോൾഡ് ചെയ്യാൻ പറ്റിയ TV യൂണിറ്റ് ഏരിയ വരുന്നുണ്ട്. ചെറിയ രീതിയിൽ സ്റ്റോറേജ് വരുന്നുണ്ട്. ഹാളിൻ്റെ സെൻറ്റർ ചെവിൽ നമുക്കൊരു റോയൽ പ്ലേ വർക്ക് ചെയ്തിട്ടുണ്ട്. ഡൈനിങ് സെക്ഷനിലോട്ട് പോകുന്നിടത്ത് നമുക്കിവിടെ കബോർഡ് വർക്ക് ചെയ്ത് പാർട്ടേഷൻ തിരിച്ചിട്ടുണ്ട്. ഇതിൽ നമ്മുടെ ആർട്ടിക്കൽ ഫ്ലവേഴ്സാണ് ഇപ്പോൾ ആഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഫോട്ടോസ് എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. ഈ കാണുന്നതിന് നമ്മുടെ ഡൈനിങ് സെക്ഷനും വലിയൊരു ഓപ്പൺ കിച്ചണും വരുന്നുണ്ട്. ഡൈനിങ് സെക്ഷൻ വന്നിട്ട് നമുക്ക് അത്യാവശ്യം വലിയൊരു ഡൈനിങ് ടേബിൾ ഇടാൻ പറ്റിയ ഡൈനിങ് സെക്ഷൻ്റെ ഏരിയയാണ് വരുന്നത്. ഇവിടെ നമുക്ക് 4 സീലിംഗ് വരുന്നുണ്ട്. ഇവിടെ വാഷ് ബേസിനും വരുന്നുണ്ട്. ഇവിടെ നമുക്ക് 3 ബെഡ്റൂമാണ് വരുന്നത്, 3 നമുക്ക് അറ്റാച്ച്ഡ് ആണ്. ഈ കാണുന്നതാണ് നമ്മുടെ ഓപ്പൺ കിച്ചൺ, വലിയൊരു ഓപ്പൺ കിച്ചണാണ് വരുന്നത്. കിച്ചണിന് വലിയ രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് 2 ഫാൻസി ലൈറ്റ് ചെയ്തിട്ടുണ്ട്. കബോർഡ് വർക്കിൽ നമുക്ക് വലിയ രീതിയിലാണ് സ്റ്റോറേജ് വരുന്നത്. ബോർഡെല്ലാം ഉപയോഗിക്കുന്ന നല്ല പ്രീമിയം ബോർഡിട്ടാണ് നമ്മുടെ കബോർഡ് വർക്ക് ചെയ്തിട്ടുള്ളത്. കിച്ചണിലെ ഫിറ്റിംഗ്സ് എല്ലാം വന്നിട്ട് ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് ആണ് വരുന്നത്. ഫ്ലോർ ടൈൽ വന്നിട്ട് 4x2 ഗ്രിപ്പുള്ള വുഡിൻ്റെ ഡിസൈൻ വരുന്ന ടൈലാണ്. ഇതിൽ നമ്മുടെ അപ്പോസ് വർക്കും ചെയ്തിട്ടുണ്ട്. കിച്ചണിൽ നിന്ന് അടുത്തൊരു നമുക്ക് ബാക്ക് സൈഡാണ്. ബാക്ക് സൈഡ് വലിയൊരു വർക്ക് ചെയ്തെടുക്കാനുള്ള സ്പേസ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് നനകല്ല് വരുന്നുണ്ട്. ബാക്കിൽ കൂടിയാണ് ടെറസിലോട്ട് പോകുന്ന സ്റ്റെയർ വന്നിട്ട്. വീടിൻ്റെ 3 ചുറ്റും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്പേസ് വരുന്നുണ്ട്. സ്റ്റെയറിൻ്റെ അടിയിലായിട്ടാണ് നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ പോയിന്റ് വന്നിട്ട്. ഹാളിൽ നിന്നും അടുത്തിരുന്ന് നമുക്ക് ഫസ്റ്റ് ബെഡ്റൂമാണ്. ഈ കാണുന്ന ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട് 10x10 ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട്. ഇവിടെ നമുക്ക് 2 പാളിയുടെ കബോർഡ് വർക്ക്, ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. കബോർഡിലെല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. ഇവിടെയാണ് നമ്മുടെ അറ്റാച്ച്ഡ് വാഷ്റൂമിൽ ഫിറ്റിംഗ്സ് ഒക്കെ വന്നിട്ട് ബ്രാൻഡ് ഫിറ്റിംഗ്സ് ആണ് വരുന്നത്. ഇവിടെ നമ്മുടെ ഹീറ്റർ പോയിന്റ് വരുന്നുണ്ട്. വീട്ടിൽ നിന്നും ബസ് റൂട്ട് അടുത്ത് നോക്കുന്നവർക്കാണെങ്കിൽ എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു വീടാണ് ഈ ഒരു വീട്. അതുപോലെ തന്നെ നമുക്ക് അകത്തടിച്ചിരിക്കുന്ന നമുക്ക് സിംഗിൾ ചെവിലടിച്ചിരിക്കുന്ന കളർ അതുപോലെ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ്. ഈ കാണുന്നതാണ് നമ്മുടെ 2ാമത്തെ ബെഡ്റൂം. ഇതും അത്യാവശ്യം വലിയൊരു ബെഡ്റൂമാണ് വരുന്നത്. ഇവിടുത്തെ സെൻറ്റർ ചെവിൽ നമുക്ക് റോയൽ പ്ലേ ചെയ്തിട്ടുണ്ട്. ഈ കളറൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ വാഷ്റൂം. ഇവിടെയും ഫിറ്റിംഗ്സ് വിളിക്കുന്ന ബ്രാൻഡ് ഫിറ്റിംഗ്സ് ആണ്. ഇവിടെയും ഹീറ്റർ പോയിന്റ് വരുന്നുണ്ട്. നമ്മുടെ 3 ബെഡ്റൂമിൽ നമുക്ക് AC പോയിന്റ് ചെയ്തിട്ടുണ്ട്. ഡൈനിങ് സെക്ഷനിൽ നിന്ന് അടുത്ത് വരുന്ന നമുക്ക് 3ാമത്തെ ബെഡ്റൂമാണ്. ഇതാണ് നമ്മുടെ 3ാമത്തെ ബെഡ്റൂം. ഇതും വലിയൊരു ബെഡ്റൂമാണ് വരുന്നത്. ഇവിടെ സെൻട്രൽ ചെവിൽ നമുക്ക് ചെറിയൊരു പെയിൻറ്റിങ്ങിൽ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് 3 പാളിയുടെ വലിയൊരു കബോർഡ് വർക്ക് വരുന്നുണ്ട്. ഇതിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് വാഷ്റൂമോട് ഈ ബെഡ്റൂമാണ്. നമ്മുടെ 3 ബെഡ്റൂമിലും AC പോയിന്റ് ചെയ്തിട്ടുണ്ട്. 3 വാഷ്റൂമിൽ ഹീറ്റർ പോയിന്റ് വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ 3ാമത്തെ ബെഡ്റൂമിൻ്റെ വാഷ്റൂം. ഇതും അത്യാവശ്യം വലിയൊരു വാഷ്റൂമാണ്. ഇവിടെ നമ്മുടെ ഹീറ്റർ പോയിന്റും വരുന്നുണ്ട്. വാഷ്റൂമിലെ ഡോറെല്ലാം നല്ല ക്വാളിറ്റി ഡോറാണ് ആഡ് ചെയ്തിട്ടുള്ളത്.
ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട് 12x11 ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട്. നമ്മുടെ തിരുവനന്തപുരം സിറ്റിയിലോട്ട് ജോലി ചെയ്യുന്നവർക്ക്, നമ്മുടെ റോഡ് സൈഡിൽ വീട് വേണമെന്നുള്ളവർക്കാണെങ്കിൽ അനുയോജ്യമായൊരു വീടാണ്. മെയിൻ ബസ് റൂട്ടിൽ നമുക്ക് ഏകദേശം 50 മീറ്റർ നടക്കാനുള്ള ദൂരം മാത്രമേ വീട്ടിലോട്ടുള്ള ദൂരം വന്നിട്ട്. ഈ വീടിരിക്കുന്ന നല്ല നിരന്ന ഫ്ലോട്ടിലാണ്. വീട് വെച്ചിട്ടുള്ള വാസ്തു ബേസ്ഡായിട്ടാണ് വീട് വെച്ചിട്ടുള്ള കിഴക്ക് ദർശനമാണ്. ഈ വീട് നമുക്ക് 2 നിലയുടെ പേസ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വീടിന് ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 42 ലക്ഷം രൂപയുടെ അകത്താണ്. ഈ വീടിരിക്കുന്ന 4 സെൻറ്റിൽ 1000 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമാണ്. നമുക്ക് 2 കാർ പാർക്കിംഗ് വരുന്നുണ്ട്. കുടിവെള്ളത്തിന് കിണർ, ബോർവെല്ല് വരുന്നുണ്ട്. വാട്ടർ അതോറിറ്റിയുടെ ലൈൻ കണക്ഷനും വരുന്നുണ്ട്. ഈ വീടിരിക്കുന്ന നമ്മുടെ തിരുവനന്തപുരത്ത് മലയങ്കിഴ് പ്ലാവിള മെയിൻ ബസ് റൂട്ടിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത്. ഈ വീടിന് ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസ് 42 ലക്ഷം രൂപയുടെ അകത്താണ്. ഇത് നെഗോഷ്യബിൾ ആണ്. 80% ഹോം ലോണും ചെയ്യാൻ പറ്റും. ഈ വീടിനെ പറ്റിയുള്ള ഡീറ്റെയിലോ കാര്യങ്ങളോ അറിയാൻ വേണ്ടി തലക്കണ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഈ വില്ലയ്ക്ക് തന്നെ വേറൊരു വീട്, 1 നില വീട് ഈ പ്രൈസിൽ തന്നെ നമുക്ക് കൊടുക്കാനുള്ള വേറൊരു വീടുണ്ട്. ആ വീടിൻ്റെ വീഡിയോ അടുത്ത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതിന് നമ്മുടെ വേൾഡ് ഹൗസ് എന്ന യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് മറക്കല്ലേ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെങ്കിൽ പുതിയ വീടിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്തെന്തായാലും പുതിയൊരു വില്ല പ്രോജക്റ്റ് ഇടണം. അതൊരിക്കലും എല്ലാവർക്കും ബൈ.